ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 5 ഓവർ റേറ്റഡ് ഫിലിംസ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓവർ റേറ്റഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ചാണ്. പല പല റീസൺസ് ഉണ്ട്. ചില മൂവീസ് ഇത്രത്തോളം ബോക്സ് ഓഫീസ് കളക്ഷൻ ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. പല സിനിമകളും പല രീതിയിലാണ് ഓവർ റേറ്റഡ് ആവുന്നത്. ചില സിനിമകൾ ഈ സിനിമ ഇത്രയ്ക്ക് വിജയിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഹൈപ്പും, അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നല്ല ഹൈപ്പായിരിക്കും, സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടും ആ ഹൈപ്പ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഹൈപ്പിനനുസരിച്ചുള്ള ഒന്നും തന്നെ ആ സിനിമയിലില്ലായിരിക്കും. ഒരു തേങ്ങ ആ സിനിമയിൽ കാണത്തില്ല. ബട്ട് ആളുകൾ പിന്നെയും പറയും ഇത് മികച്ച സിനിമയാണ്, മികച്ച സിനിമയാണ്. സോ നമുക്ക് ആദ്യത്തെ ലിസ്റ്റിലോട്ട് പോകാം. ടോപ്പ് 5 സ്ഥാനത്ത് നിൽക്കുന്ന സിനിമയാണ് ദളപതി വിജയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഞാനൊരു കട്ട വിജയ് ഫാനാണ്. ബട്ട് എന്നിരുന്നാലും എനിക്ക് ഈ സിനിമ തുടക്കം കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സിനിമയായിട്ടാണ് എനിക്ക് വർക്കാവാൻ പോകുന്ന സിനിമയെന്ന് ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ ഉറപ്പിച്ചു. പിന്നെ പോകെ എന്തൊക്കെയോ അവർ കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബേസിക്കലി ഇങ്ങനെ ഒരു പടത്തിൻ്റെ ആവശ്യം പോലും ഇല്ലെന്നാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത്. ബട്ട് കണ്ട ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായെങ്കിലും ഒന്നും കൂടെ ചിന്തിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ സിനിമ എന്താ പറയുക, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വരുന്ന കോൺസെപ്റ്റ് വന്നൊരു സിനിമയാണിത്. ഗോട്ട് എനിക്ക് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നാനുള്ള മെയിൻ കാരണം അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനാണ്. ഒരു 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 70 കോടിക്കുള്ള സാധനമൊക്കെ ഉള്ളൂ ഈ സിനിമ. ബട്ട് ഈ സിനിമ ഓൾമോസ്റ്റ് 400 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തെന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത്. കളക്ട് ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ഇത്ര കളക്ഷൻ അർഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ഒരു ഓവർ റേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. സോ അടുത്ത നാലാം സ്ഥാനം ഏത് സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നസ്ലിൻ നായകനായ പ്രേമലു. എൻ്റെ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവരും പറയുന്നത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയതുകൊണ്ടാണ് ഈ സിനിമ വർക്കായത് എന്നാണ്. ബട്ട് ഈ ഒറ്റ കോൺസെപ്റ്റ് വെച്ച് ഗിരീഷ് ഏടി 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പുള്ളിയുടെ തണ്ണീർമത്തനെടുത്ത് നോക്ക്, സെയിം കഥയാണ്. സെയിം കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കണ്ടന്റ്, സെയിം ഉദ്ദേശമാണ്. സ്റ്റോക്കിംഗ് ആണ് കാണിക്കുന്നത് ആ സിനിമയിൽ കാണിക്കുന്നത്. അതായത് സ്റ്റോക്ക് ചെയ്ത് എങ്ങനെയൊക്കെയോ നായിക ഓക്കെ പറയുന്നു. അതായത് മെച്ചുവേർഡ് ആയിട്ടുള്ള ഹീറോയിനും ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഹീറോ, ഈ ഒരു കോൺസെപ്റ്റിലാണ് പുള്ളിയുടെ എല്ലാ പടവും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അയാൻ കാതലൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിലും അതിലും ആ ലവ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഹീറോയും മെച്ചുവേർഡ് ആയിട്ടുള്ള ഹീറോയിനുമാണ്. ഇത് കണ്ട് എനിക്ക് മടുത്ത്. പിന്നെ പ്രേമലു കളക്ട് ചെയ്തത് 136 കോടി രൂപയാണ്. എന്തിനാണ് അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. വൈ പീപ്പിൾ ആർ ഓഡിയൻസ് എന്താണ് ഇങ്ങനെ? മേ ബി അവർക്ക് വർക്കായി കാണും. ബട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഗിരീഷ് ഏടി സിനിമകൾ മടുത്തു തുടങ്ങി. അയാം കാതലനിൽ വന്നപ്പോൾ കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ട്, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ ഈ അദ്ദേഹം ടീനേജ് ലവ് അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി, സൂപ്പർ ഷെറിനി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എല്ലാം സ്റ്റോക്കിംഗ് ആണ് കാണിക്കുന്നത്. സ്റ്റോക്കിങ്ങിനെ ഗ്ലോറിഫൈ, അതായത് നസ്ലിൻ്റെ ആക്ടിങ് ക്യാപ്പബിലിറ്റി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം 2021 റിലീസായ കുരുതി എന്ന് പറഞ്ഞ സിനിമ ഒന്ന് നിങ്ങൾ പോയി എടുത്ത് കണ്ടു നോക്കണം, പൃഥ്വിരാജിൻ്റെ. ആ സിനിമയിൽ നസ്ലിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ആ സിനിമയിൽ യങ് ആയിട്ട് അഭിനയിച്ചത് സാഗർ സൂര്യയും നസ്ലുമാണ് ആ സിനിമയിൽ ഒരു യൂത്ത് സാന്നിധ്യം എന്ന് നമുക്ക് പറയാം. സോ അവർ രണ്ടുപേരുടെ പെർഫോമൻസിലും എക്സ്പെഷ്യലി നസ്ലിനൊക്കെ കിടിലൻ പെർഫോമൻസാണ് കുരുതിയിൽ കാഴ്ചവെച്ചത്. അങ്ങനെ ഒരു ആക്ടർ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്റ്റിൽ ഇപ്പോഴും സ്റ്റോക്കിംഗ് ഗ്ലോറിഫൈ ചെയ്യുന്നൊരു സിനിമയല്ല അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ഇനിയെങ്കിലും സെലക്ട് ചെയ്ത് അഭിനയിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇനി തേർഡ് പ്ലേസ്, 3-ാം സ്ഥാനത്ത് ഞാൻ കാണുന്ന ഓവർ റേറ്റഡ് സിനിമയാണ്. എനിക്ക് ദേഷ്യം വന്നിട്ട്, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നെന്ന് പറഞ്ഞാൽ ദേഷ്യം വന്ന് എങ്ങനെ ഞാനത് 4-3 ദിവസം എടുത്ത് ആ സിനിമ കാണാതിരിക്കാൻ. വേറെ ഒരു സിനിമയല്ല, പുഷ്പ പാർട്ട് 1. എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലു അർജുൻ വെറൈറ്റി പിടിക്കുന്നതൊക്കെ നല്ലതാണ്. ബട്ട്
എന്തേലുമൊക്കെ സിനിമ വേണ്ട. നിങ്ങൾ ആലോചിക്കൂ, സുകുമാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ പുഷ്പ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, ഐ മീൻ പുഷ്പയ്ക്ക് തൊട്ട് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, രംഗസ്ഥലം എന്ന് പറഞ്ഞ രാംചന്ദ് ഒരു സിനിമ. ആ സിനിമ നിങ്ങൾ കണ്ടിട്ട് ഈ സിനിമ ഒന്ന് കാണ്. രംഗസ്ഥലത്തിൻ്റെ ഒന്ന് 7 എഴുത്ത് വെക്കാൻ കൊള്ളാത്തൊരു സിനിമയാണ് പുഷ്പ എന്ന് പറയുന്ന സിനിമ. and ആ സിനിമയുടെ കളക്ഷൻ വന്നിട്ട് 365 കോടി. ഹോ, എനിക്ക് മനസ്സിലാകുന്നില്ല, വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്കറിയാം നോർത്ത് ഓഡിയൻസിന് വർക്കായത് കൊണ്ടായിരിക്കാം ഈ സിനിമ അത്രയും ഗ്ലോബൽ ലെവലിൽ ഹിറ്റായത്. പക്ഷേ ഇങ്ങനത്തെ സിനിമകൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ ഇറങ്ങുന്ന കാണാവുന്നതിലെങ്കിലും കുറച്ച് നല്ല സിനിമകൾ പോലും ഹിറ്റാവാത്തതിൽ ഫ്ലോപ്പായി പോകുന്ന കുറേ ഹിന്ദി നല്ല നോർത്ത് ഇന്ത്യൻ ഫിലിമുകൾ വർക്കാവുന്നില്ല. ഇതുപോലുള്ള സിനിമകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓഡിയൻസിന് പ്രോഗ്രസീവ് എന്ന സാധനം വേണ്ട. ഓഡിയൻസ് ഒരിക്കലും ഇനി പ്രോഗ്രസീവ് ആകാൻ ശ്രമിക്കുന്നുമില്ല. ഓഡിയൻസ് ഒന്ന് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പുഷ്പ എന്ന സിനിമയൊന്നും ഒരിക്കലും വർക്കാവാൻ പറ്റാത്തൊരു പടമാണ്. മെയിൻ റീസൺ എന്ന് പറയുന്നത് പുഷ്പ എന്ന സിനിമയിൽ ഒന്നും തന്നെ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നില്ല. അതായത് നമുക്ക് എന്താ മനസ്സിലാകും, നമ്മൾ ഒറ്റയാൾ പോലെ വൺ മാൻ ആർമി എന്ന് കണ്ട ഒരു ഒന്നിനും കൊള്ളാത്തൊരു സിനിമയാണ് പുഷ്പയുടെ പാർട്ട് 1. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലു അർജുൻ തന്നെയാണ്. കാരണം അല്ലു അർജുൻ്റെ ചില എക്സ്പ്രഷൻസും അല്ലു അർജുനെ കൊണ്ട് മാത്രം പറ്റുന്ന കുറേ കാര്യങ്ങൾ പ്രീവിയസ് സിനിമകൾ, പുഷ്പയ്ക്ക് മുമ്പുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ പുള്ളിയെ കൊണ്ട് മാത്രം പറ്റുന്ന കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു മാസ് ഹീറോയ്ക്ക് എന്താണോ ഒരു മാസ് മസാല, ടിപ്പിക്കൽ മാസ് മസാല സിനിമയിൽ കാണിക്കാനുള്ളത് അത് തന്നെയാണ് ഈ സിനിമയിലും പുഷ്പ പാർട്ട് 1ലും അല്ലു അർജുൻ കാണിച്ചിട്ടുള്ളത്. ഈവൻ ദോ നമ്മുടെ മല്ലു ഓഡിയൻസിലും പുഷ്പ വർക്കായവരുണ്ട്. ബട്ട് പുഷ്പ വർക്കാവാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ബട്ട് ഈ സിനിമ നിങ്ങൾ ആലോചിക്കുക, രംഗസ്ഥലം എന്ന് പറയുന്ന സിനിമ വെറും 200 സംതിങ് കോടി മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. ആ സിനിമ ഡിസർവ് ചെയ്തത് എത്രയോ വലിയ ലെവലിലൊരു പെർഫോമൻസാണ്. എസ്പെഷ്യലി നമ്മൾ രാംചരൺ അധികം ബ്രഹ്മാണ്ഡ സിനിമകൾ അല്ലെങ്കിൽ അധികം സട്ടിലായിട്ടുള്ള ആക്ടിങ് ആണ് കൂടുതൽ രാംചരൻ്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ആക്ടർ ആ സിനിമ ഫുള്ളും അത്ര കിടിലൻ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ പുഷ്പയിലാണെങ്കിലും രംഗസ്ഥലത്തിനാണെങ്കിലും അവർ സുകുമാരുടെ ലവ് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒന്നിനും കൊള്ളാത്ത, ആ സിനിമയിൽ ആ ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിലും ആ സിനിമയ്ക്കൊന്നും സമ്പാദിക്കാത്ത രീതിയിലുള്ളതാണ്. ആ കാര്യത്തിൽ രംഗസ്ഥലവും പുറകിൽ തന്നെയാണ്. എന്നിരുന്നാലും പുഷ്പ ഇത് ഭയങ്കര ഓവർ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ റേറ്റഡ് സിനിമ തന്നെയാണ്. നമ്മൾ കേട്ട് മടുത്ത സ്റ്റോറി, ഐ മീൻ ഗോട്ടിൻ്റെ അതേ സിറ്റുവേഷൻ തന്നെയാണ് പുഷ്പയ്ക്കും ഉള്ളത്. ആൻഡ് ആ സിനിമയിൽ ആകെപ്പാടെ ഒരു പോസിറ്റീവ് ഫഹദിൻ്റെ ക്യാരക്ടറാണ്. ഫഹദിൻ്റെ ക്യാരക്ടർ നല്ല രീതിക്ക് തന്നെ ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ സിനിമയിൽ ഫഹദിൻ്റെ അത്രയും നേരം വൺ മാൻ ഷോ കാണിച്ച് അല്ലു അർജുനെ ഒറ്റയടിക്ക് താഴെ കിടത്തുന്ന ഒരു ക്യാരക്ടറായിരുന്നു പുഷ്പയിലെ ഫഹദിൻ്റെ ക്യാരക്ടർ. സോ അതുകൊണ്ട് തന്നെയാണ് നെക്സ്റ്റ് പാർട്ടിൽ എന്തായിരിക്കും, പക്ഷേ നെക്സ്റ്റ് പാർട്ടിൽ കുറച്ചെങ്കിലും നല്ല രീതിക്ക് എടുക്കുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെ ഞാൻ പുഷ്പ 2 കാത്തിരുന്നു. സോ പുഷ്പ 1 എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഓവർ റേറ്റഡ് സിനിമയാണ്. ഇനി നമുക്ക് സെക്കൻഡ് പ്ലേസിലോട്ട് പോകാം. ഈ സെക്കൻഡ് പ്ലേസ് പറയുമ്പോൾ പലർക്കും ട്രിഗർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഞാൻ ഈ പറയുന്ന സിനിമയുടെ പേരാണ് KGF ചാപ്റ്റർ 2. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KGF ചാപ്റ്റർ 1 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതുപോലെ നമുക്ക് ഗൂസ് ബംസ് തരുന്ന വേറൊരു സിനിമ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഐ മീൻ ഡബ് ചെയ്ത് തന്ന സിനിമകളിൽ അത്രയും ഗൂസ് ബംസ് തന്ന സിനിമ അത് KGFൻ്റെ ചാപ്റ്റർ 1 തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളെ എൻഗേജിങ് ആയിട്ട് നമ്മളെ ഇമോഷണലി കണക്റ്റ് ആവാൻ എല്ലാ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ചാപ്റ്റർ 1-ന്. പക്ഷേ KGF ചാപ്റ്റർ 2-ലോട്ട് വരുമ്പോൾ ആവറേജ് സിനിമയെ ചുമ്മാ ഒരു ആവശ്യമില്ലാതെ തള്ളി മറിച്ച് 1250 കോടി അടുപ്പിച്ചു. എന്തിന്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. KGF ചാപ്റ്റർ 2 എന്ന് പറയുന്ന സിനിമയുടെ എന്തിനാണ് അങ്ങനെ ഒരു സിനിമ? ഐ മീൻ ആ സിനിമയുടെ
KGF ചാപ്റ്റർ 1ൻ്റെ സെക്കൻഡ് പാർട്ടിൽ എനിക്ക് ആകെപ്പാടെ ക്ലൈമാക്സ് KGF ചാപ്റ്റർ 2ൻ്റെ ക്ലൈമാക്സ് പോർഷൻ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ഇപ്പോൾ വരുന്ന എല്ലാ സിനിമകളുടെയും പ്രശ്നമാണ് പ്രോപ്പറായിട്ടുള്ള ക്ലൈമാക്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സിനിമ എടുക്കാൻ തുടങ്ങാവുള്ളൂ. ആ പ്രോപ്പറായിട്ടുള്ള ക്ലൈമാക്സിലോട്ട് എത്തണമെങ്കിൽ എത്തണമെങ്കിൽ 2 പാർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് പാർട്ടിലോട്ട് വലിച്ചു നീട്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, KGF 1 പോലൊരു നല്ല സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ അത്രത്തോളം സേഫ്റ്റിയിലായിരിക്കണം എടുക്കേണ്ടത്. പക്ഷേ ഈ സിനിമ ഓവർ റേറ്റഡ് ആവാനുള്ള മെയിൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ വർക്കായ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇറ്റ്സ് ജസ്റ്റ് നോർമൽ. നമ്മൾ KGFൽ കണ്ട പുതുമയൊന്നും ഇല്ല. എസ്പെഷ്യലി ആ സിനിമയിൽ സഞ്ജയ് ദത്ത് ചെയ്ത അധീരയുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര വീക്ക് ക്യാരക്ടറാണ്. വയ്യ അവർക്കൊന്നും. ഭയങ്കര വീക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കസ്റ്റ് ക്യാരക്ടറാണ് ഈ അധീരയുടെ ക്യാരക്ടർ അതിനകത്ത്. പക്ഷേ ആ സിനിമയിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നായകൻ്റെ പെർഫോമൻസ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഈ സിനിമയിലും KGF 1ൽ എങ്ങനെയാണോ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അതിൻ്റെ അതേ സെയിം പോലെ തന്നെ KGF 2ൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ യാഷിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈവൻ ദോ ഈ സിനിമയ്ക്ക് മേക്കിംഗ് വൈസ് കുറേ പ്രോബ്ലംസ് ഉണ്ട് KGF ചാപ്റ്റർ 2ന്. കാരണം എനിക്ക് ചാപ്റ്റർ 1 അതായത് ചാപ്റ്റർ 1 അത് ചാപ്റ്റർ 1ൻ്റെ 7 ചാപ്റ്റർ 2 വരില്ല. കാരണം എന്തിനാണ് ചാപ്റ്റർ 2? എന്തിനാണ് അങ്ങനൊരു മനസ്സിലാവുന്നില്ല. നമുക്ക് ഹീറോയ്ക്ക് ഹീറോയിസം കാണിക്കാനാണെങ്കിൽ നോർമൽ ഒരു ടിപ്പിക്കൽ കന്നഡ മാസ് മൂവി എടുത്താൽ പോരെ. എന്തിനാണ് ഒരു നല്ല രീതിക്ക് എടുത്തൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നിട്ട് ആ സിനിമ ഓഡിയൻസിന് മനസ്സിലായി. ആ ടൈമിൽ ബീസ്റ്റ് ഇറങ്ങിയ സമയത്ത് ബീസ്റ്റിന് നെഗറ്റീവ് റിവ്യൂ കിട്ടിയിട്ട് നിൽക്കുകയാണ്. സോ അപ്പോൾ തന്നെ ഇപ്പോഴത്തെ നല്ലൊരു സിനിമ അപ്പോൾ ആൾക്കാരുടെ മുന്നിൽ ബീസ്റ്റിനേക്കാളും നല്ലൊരു സിനിമ KGF ചാപ്റ്റർ 2 ആയതുകൊണ്ട് തന്നെ അത് ആഘോഷമാക്കി. ബീസ്റ്റ് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ KGF ചാപ്റ്റർ 2 മേ ബി ഒരു ആവറേജ് ഫിലിമായിട്ട് എല്ലാവരും കാണത്തുള്ളൂ. ഈ സിനിമ ഹിറ്റാവാനും ഇങ്ങനെ ഓവർ റേറ്റഡ് നിലയിലോട്ട് എനിക്ക് തോന്നാനുള്ള മെയിൻ കാരണം തന്നെ അതാണ്. ബീസ്റ്റ് എന്ന സിനിമ ആളുകൾക്ക് വർക്കായില്ല. പിന്നെ തൊട്ടടുത്ത ദിവസം കാണുന്ന സിനിമ ബീസ്റ്റിനേക്കാളും നല്ല സിനിമയായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ KGF ആഘോഷമാക്കി മാറ്റുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇനി നമ്പർ 1 ആർക്കും അത്ഭുതം തോന്നത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പുഷ്പ 2 എന്തിനോ വേണ്ടി തിളച്ചൊരു സാമ്പാർ, അത്രേ ഉള്ളൂ പുഷ്പ 2. സെയിം കഥ തന്നെ എടുത്തു വച്ചിരിക്കുന്നു. ആ ക്യാരക്ടറിൽ ഒരുപാട് വില്ലൻ. പിന്നെ ആ ക്യാരക്ടറിന് ഞാൻ വിചാരിച്ചു ഫഹദിനെ ഫസ്റ്റ് പാർട്ടിൽ അങ്ങനെ കാണിച്ചില്ല, സെക്കൻഡ് പാർട്ടിൽ ഒരുമാതിരി കോമഡി ജോക്കർ റോള് ഇവരൊക്കെ കളിക്കുവാണ്. എന്തിനാണ് ഫഹദ് ഇങ്ങനത്തെ ക്യാരക്ടർ എടുക്കുന്നത്? ആൻഡ് പുഷ്പ 2ൽ ആ ക്യാരക്ടർ പ്ലേ ചെയ്തതിന് ശേഷം ഫഹദ് ചെയ്ത ഒരൊറ്റ നല്ല സിനിമയില്ല. പിന്നെ ഇതുവരെ ഈവൻ ദോ ലാസ്റ്റ് ചെയ്ത ബോഗൻവില്ലയാണ് ലാസ്റ്റായിട്ട് ഫഹദ് ചെയ്ത സിനിമ എന്നാണ് ഫഹദിൻ്റെ ലാസ്റ്റായിട്ട് കണ്ട സിനിമ. ആ പുഷ്പ 2 എന്ന സിനിമയിൽ ഒറ്റ ക്യാരക്ടർ കാരണം പിന്നീട് നമ്മൾ കണ്ടത് ഫഹദിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ക്യാരക്ടേഴ്സാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ശരിയാണ്, നമുക്കൊരു ആവേശം കിട്ടി, അത് ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും പുഷ്പ 2ൽ ഫഹദ് എന്ത് തേങ്ങയാണ് കാണിക്കുന്നത്? എന്തിനാണ് അങ്ങനൊരു ക്യാരക്ടർ ചെയ്തത്? ഇല്ല, എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ആ ക്യാരക്ടറിന് എന്തെങ്കിലും കൊടുക്കായിരുന്നു. ആൻഡ് പുഷ്പയിൽ അതായത് ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം സെക്കൻഡ് പാർട്ടിനേക്കാളും ഭേദം ഫസ്റ്റ് പാർട്ടാണെന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. സോ ടോപ്പ് ഫസ്റ്റിൽ ഒന്നിനും കൊള്ളാത്ത ഭയങ്കരമായിട്ട് ഓവർ റേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ആവശ്യമില്ലാതെ ഹിറ്റിൻ്റെ പകുതി ഫ്ലോപ്പല്ല, അട്ടർ ഫ്ലോപ്പ്, ഡിസാസ്റ്റർ അറിയിക്കുന്ന ഒരു സിനിമയെ തള്ളി മലയെ കയറ്റി വെച്ചിരിക്കുന്നതാണ് പുഷ്പ 2. കാരണം എന്ന് വെച്ചാൽ പലർക്കും, അതായത് എല്ലാ സിനിമയിലും ഫോഴ്സ്ഡാണ്. അതായത് ഒരു പ്രത്യേകതരം ഓഡിയൻസിന് വേണ്ടി കുറേ പാട്ട് അവർ വെച്ചിട്ടുണ്ട്. ആ ഓഡിയൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതിനാണ് രശ്മിക മന്ദനയുടെ ക്യാരക്ടർ പുഷ്പ 2ൽ വെച്ചിട്ടുള്ളത്. മാസ് ഓഡിയൻസിന് അത്. കഞ്ചാവ് വലിക്കുന്നവന്മാർക്കും പാൻ മസാല വെച്ചുകൊണ്ട് നടക്കുന്നവന്മാർക്കും ആവശ്യത്തിൽ കൂടുതൽ പാൻ മസാല വെച്ച് വായിക്കകത്ത് തള്ളിക്കെട്ടി ഡയലോഗ് പോലും മര്യാദയ്ക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അല്ലു അർജുൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ അല്ലു അർജുനെ മാസ് കാണിക്കാൻ വേണ്ടി ഫഹദിനെ കോമഡി റോളാക്കി മാറ്റിയത്. ഇതെല്ലാം എന്നിട്ട് കുടുംബ പ്രേക്ഷകർ കാണുമ്പോൾ ഭക്തിമയം കയറ്റാൻ വേണ്ടി മാത്രം ഒരു യാത്രാ സീക്വൻസും വെച്ചു. അതുപോലെയാണ് പുഷ്പ 2 എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക്
അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.